നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പത്മാ മാഡത്തിന്റെ ചലഞ്ച്, കമ്പനിയിൽ ഒരു ഫംഗ്ഷന് ജസ്റ്റ് എ വെൽക്കം സ്പീച്ച്. അല്ല, അമ്മ എന്താ കരുതിയിരിക്കുന്നത്? അത് തന്നെ കൊണ്ട് ജയിക്കാൻ എനിക്ക് കഴിയില്ലെന്നാണോ? അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് മുമ്പിൽ താൻ ഗംഭീരമായ ഒരു വെൽക്കം സ്പീച്ച് നടത്തുന്നത് ഞാൻ പത്മാ മാഡത്തിന് കാണിച്ചു കൊടുക്കാം. എനിക്ക് പറ്റില്ല സർ. പറ്റില്ലെന്നാ? നന്ദിനി, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ താൻ കണ്ടതല്ലേ? അമ്മയുടെ വെല്ലുവിളി താൻ കേട്ടതല്ലേ? സാറിനോട് ആരാ ഇത് സമ്മതിക്കാൻ പറഞ്ഞത്? സമ്മതിക്കാതെ പിന്നെ അമ്മയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനോ? തനിക്ക് ഒന്നിനും കഴിവില്ലാന്ന് സമ്മതിച്ചു കൊടുക്കാനോ? സത്യം അതല്ലേ സർ? അത്രയും വലിയ ആളുകളുടെ മുൻപില്, അത് ഇംഗ്ലീഷില്? ഞാനില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. എന്തു പറഞ്ഞാലും ഓടിപ്പോവും. നന്ദിനി, ഒരു കാര്യം തീരുമാനിച്ച ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ അത് നടക്കും. സാധാരണ പെൺകുട്ടികള് വയലിൽ ട്രാക്ടർ ഓടിക്കാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ താൻ ഓടിക്കാറില്ലേ? നാട്ടിൻ പുറത്തെ പെൺകുട്ടികള് തെങ്ങിൽ കയറാറുണ്ടോ? പക്ഷെ താനും സിമ്പിളായിട്ട് ചെയ്യുമല്ലോ. തെങ്ങിൽ കയറുന്ന പോലെ അല്ല സാർ ഇംഗ്ലീഷ്. ഇതിനു മുമ്പ് സാർ എന്നെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റിയോ? ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാ. എടോ, തന്നെ പഠിപ്പിക്കാൻ തയ്യാറാ. താനൊന്ന് വില്ലിങ് ആയാൽ മാത്രം മതി. എടോ, ഇതൊരു നിസ്സാര കാര്യാ. ജസ്റ്റ് ഒരു 5 minute സ്പീച്ച്. ഞെട്ടിക്കില്ലേ നമ്മള്? വേണ്ട സർ. സാർ ധൈര്യം കാണിക്കാൻ വേണ്ടി എന്നോട് വല്ല കായലിലോ കടലിലോ ചാടാൻ പറഞ്ഞാ ഞാൻ അതനുസരിക്കും. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ പറയല്ലേ സർ? നന്ദിനി, ഇത് നമ്മുടെ രണ്ടാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മളെ തോൽപ്പിക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് തലയുയർത്തി നിൽക്കണം. നന്ദിനി, പ്ലീസ് എന്നെ വിട്ടേക്ക് സർ. ഞാൻ ഒരു കഴിവില്ലാത്തവളാണെന്ന് പത്മ മാഡം പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. എന്നെ എത്ര ചീത്ത പറയുകയാണെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ കേട്ടോളാം. പറ്റില്ല. താൻ ഇത് പഠിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ. സർ, ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് പ്രേതത്തിനെ കാണുന്ന പോലെയാ. ഓക്കെ, താൻ ഇത് പഠിക്കണമെങ്കിൽ, അമ്മയുടെ വെല്ലുവിളി പോലെ കമ്പനി സ്പീച്ച് പഠിക്കണമെങ്കിൽ എന്താ തനിക്ക് വേണ്ടേ? ഒന്നും വേണ്ട സർ. തനിക്ക് ആഭരണങ്ങൾ വേണോ? അതോ ഡ്രസ്സ് വേണോ? അതോ തന്റെ വീട്ടുകാരും കൂട്ടി നമുക്ക് എവിടെയെങ്കിലും ടൂർ പോണോ? പറ നന്ദിനി, പറ. ഞാൻ പറഞ്ഞല്ലോ സർ, എനിക്കൊന്നും വേണ്ട. ഓക്കെ, താനിത് പഠിക്കുകയാണെങ്കിൽ, അമ്മയുടെ ചലഞ്ചിനെ ജയിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് വിടാം. സർ, ഉറപ്പായിട്ടും വിടാൻ നന്ദിനി. ഈ മത്സരത്തിൽ താൻ ജയിക്കുകയാണെങ്കിൽ പിന്നെ താൻ ഫ്രീയാ. ഇവിടെ നിൽക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. സർ, സത്യമാണോ പറയുന്നത്? സത്യം. ഇനി വാക്ക് മാറില്ലല്ലോ? ഇല്ലെന്നേ, താൻ പൊയ്ക്കോ. ശരി സർ, എങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പഠിക്കും. എന്നിട്ട് ഞാനിത് പറയാം സർ. എനിക്ക് പോവാലോ? ഞാൻ പഠിക്കാം സർ. ഞാൻ എല്ലാവരുടെയും മുഖത്തൊക്കെ സംസാരിച്ചിരിക്കും. പഠിക്കും, പക്ഷേ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്.